വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാരും എന്തോ പോലെ നോക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ഞാൻ അങ്ങനെയുള്ള പെണ്ണല്ലാന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല മാലതി. എന്നാ ഇനി മുതൽ നീ ജീവിക്കാൻ പോകുന്ന ജീവിതം അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. കർത്താവിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. നിങ്ങളുടെ ആത്മാവ് കർത്താവിനെ ആശ്രയിക്കട്ടെ, കർത്താവിനെ സേവിക്കട്ടെ. കർത്താവിന് മുൻപാകെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും വരാതെ നോക്കുക. ആരാണോ നമുക്കെതിരായി സംസാരിച്ചത്, ആരാണോ നമുക്കെതിരായി പ്രവർത്തിച്ചത്, ആരുടെ കുത്തുവാക്കുകൾ കാരണമാണോ നിങ്ങൾ ഏറ്റവും അധികം മനോദുഃഖത്തോടുകൂടി ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്, അവയെല്ലാം കർത്താവ് മറക്കാനിടയാക്കുമെന്ന് മാത്രമല്ല, അവർക്ക് തന്നെ ഈ പരിപാടി കാണുന്ന നിങ്ങൾ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതുമാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ. നിങ്ങളുടെ വിഷമങ്ങൾ മാറാനും കണ്ണുനീർ തുടയ്ക്കുവാനും ആവശ്യങ്ങൾ നിറവേറുവാനും ദിവസവും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ യാതൊന്നിനെക്കുറിച്ചും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ബലഹീനതകളെയും നിങ്ങളുടെ കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ ദാരിദ്ര്യത്തെയും യേശു കുരിശിൽ ചുമന്നു കഴിഞ്ഞു. അതിനാൽ ഇനി നിങ്ങൾ ചുമക്കേണ്ട ആവശ്യമില്ല. ഇനി എന്നും നിങ്ങൾ യേശുക്രിസ്തു കുരിശിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചോർത്ത് അവനെ ധ്യാനിക്കുക. ഇന്നേ ദിവസം നടന്നതൊക്കെ മറക്കുക എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. ഇന്ന് അനേകം പേർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് കുറ്റമനസാക്ഷി അവരെ കുത്തി നോവിപ്പിച്ച് ആത്മീയ ജീവിതത്തിൽ പതറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ച് മറന്നുപോകുന്നു. മനുഷ്യർ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടി നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്. പിശാച് നമ്മുടെ ഉള്ളിൽ കുറ്റമനസാക്ഷിയെ കൊണ്ടുവന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തു അവയെല്ലാം തന്നെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ നമ്മുടെ മുതുകിനു പിറകിലും സമുദ്രത്തിന്റെ ആഴത്തിലും എറിഞ്ഞു കളയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റപ്പെടുത്തും, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നത് ആർ എന്ന്. അതിനാൽ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. ഞാൻ യേശുവിന്റെ മകനാണ് എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കുറ്റമനസാക്ഷിയെ കൊണ്ടുവരുന്ന പിശാച് നിങ്ങളെ വിട്ടോടിപ്പോകുന്നതാണ്. ഇപ്പോൾ ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. മാലതി സുഖാണോ? സുഖായിരിക്കുന്നു ചേച്ചി. അതിന് കുറവൊന്നും കാണില്ല. നിനക്കെന്താ? അതല്ല, നല്ല ഓഫീസ്, കൈ നിറയെ ശമ്പളം, അതുകൊണ്ട് കുറവൊന്നും കാണില്ലല്ലോ, അതാ പറഞ്ഞത്. അതിരിക്കട്ടെ, നിന്നെപ്പറ്റി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ, അത് സത്യമാണോ? എന്താ മാലതി ഒന്നും സംഭവിക്കാത്തത് പോലെ നിൽക്കുന്നേ? രമേശേ, ചേട്ടാ എന്തോന്ന് ചേട്ടാ കിട്ടാന്ന്? വാങ്ങിച്ച പൈസ തിരിച്ചു തരാനുള്ള വകയില്ല.
നിന്റെ കോളേജ് പഠിത്തത്തിനുള്ള ചെലവിന് വേണ്ടിയല്ലേ നിന്റെ അമ്മ എന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചത്. ആ പൈസ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ നീ എന്താടാ എന്നോട് പറഞ്ഞത്? പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോ തിരിച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? ഞാനത് തരാം ചേട്ടാ. സാറിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു, സാറിന് ജോലിക്ക് പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വായി നോക്കി നടക്കും. ഞാനും പൈസ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്നെ കണ്ട വല്ല മരമണ്ടനാണെന്ന് തോന്നുന്നുണ്ടോടാ? ഒരു ജോലി കിട്ടിയിട്ട് വേണ്ട ചേട്ടാ. ജോലി കിട്ടിയ ഉടനെ അവൻ തരുമെന്ന്. എപ്പ കിട്ടും? സാറിനെ വിളിച്ചു വല്ലവരും ജോലി കൊടുക്കുവോ? ഞങ്ങളുടെ കമ്പനിയിലോട്ട് വാന്ന് പറഞ്ഞ് കിട്ടിയ ജോലിക്കൊട്ട് പോവുകയില്ല, വേറെ ജോലിയോട്ട് അന്വേഷിക്കുകയില്ല. അതേ ഇങ്ങനെ വായി നോക്കി നടക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടിയാ പോരെ, ചുമ്മാ അനാവശ്യം പറയല്ലേ. നിനക്ക് ദേഷ്യം വരുന്നോ? അപ്പൊ നീ എന്റെ പൈസ കാടാ. പറ്റില്ലല്ലോ അല്ലേ? പിന്നെ എന്തിനാണോ നിനക്കൊക്കെ ഇത്ര ദേഷ്യം? രമേശേ, നീ ചോറ് തന്നെ അല്ലേടാ തിന്നുന്നത്? ഒരു മാസത്തെ സമയം ഞാൻ തരും, അതിനുള്ളിൽ എന്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിക്കോണം. ഇല്ലെങ്കിലുണ്ടല്ലോ പോയിരടാ പോ. എനിക്ക് കോലി കയറിയിട്ട് അയാളെ അത് വിടറ. അങ്ങേര് പറഞ്ഞൊക്കെ ശരിയല്ലേ, എന്റെ അവസ്ഥ എങ്ങനെയായിപ്പോയി. നീ വാ. ഇപ്പോഴും നിനക്ക് അവനുമായിട്ട് അടുപ്പമുണ്ടോ? ഇത് കേൾക്കുമ്പോ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. നിനക്ക് നാണക്കേടൊന്നുമില്ലേ? അവളെ കാശ് കൊടുത്താ എന്ത് വേണേലും ചെയ്യും. എടാ, അങ്ങേര് പറഞ്ഞോന്നോർത്ത് നീ വെറുതെ വിഷമിക്കണ്ട. എനിക്കത് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതും ആലോചിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ കൂടുതൽ വിഷമാവുകയുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കറിയിൽ ഉപ്പിട്ടത് ശരിയാണോന്ന് അമ്മ എന്നോട് ചോദിച്ചു. എനിക്ക് നീയും ചോറ് തന്നെയല്ലേ തിന്നുന്നുള്ള അയാൾ ചോദിച്ച ചോദ്യം ഓർമ്മ വന്നത്. കഴിക്കാൻ പോലും പറ്റില്ല. എടാ, നീ പിന്നെ അതന്നെ ആലോചിച്ചിരിക്കണ്ട. നിനക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കിട്ടും. എവിടെ നിന്ന് കിട്ടാനാ? അലഞ്ഞ് മടുത്തു. പക്ഷെ ജോലി മാത്രം കിട്ടുന്നില്ല. ചേച്ചി, ഞാൻ രഞ്ജിത്ത് സംസാരിക്കുന്നത്. ആ പറയൂ രഞ്ജിത്ത്. മാലതി നടന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുക. എനിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചേച്ചി. ചേച്ചി ഒന്ന് അവളെ ചെന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരിക്കും ചേച്ചി. മാലതി ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയില്ലേ ചേച്ചി, മനസ്സ് ശരിയില്ലെന്ന് പറഞ്ഞ് ലീവ് എടുത്തിരിക്കുക. ചേച്ചി ഒന്ന്. ആ തീർച്ചയായും രഞ്ജിത്ത്, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകും. താങ്ക്സ് ചേച്ചി. ശരി. എന്താ രമേശ്, മുഖത്തൊരു വല്ലായ്മ പോലെ? ഒന്നുമില്ല ചേച്ചി. ഉണ്ട് ചേച്ചി. ഞാൻ പറയട്ടെ രമേശ്, നടന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചോണ്ടിരുന്ന പ്രശ്നം നിനക്ക് തന്നെയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കേച്ചി. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്റെ തലയിൽ കയറുന്നില്ല. രമേശ്, നിന്റെ ജീവിതത്തിൽ നടന്നതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നിന്റെ മനസ്സും ശരീരവും ബാധിക്കപ്പെടും. അതൊക്കെ മറന്നിട്ട് നടക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്ക രമേശ്. നിനക്ക് മുന്നിൽ വലിയൊരു ഭാവിയുണ്ട്. അത് ലക്ഷ്യമിട്ടോട്, ഓടിക്കൊണ്ടേയിരിക്കെ. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനകളും അപമാനവും നിന്റെ മുന്നേറ്റത്തിനുള്ള പടിക്കെട്ടുകളായിരുന്നെന്ന് അന്ന് നിനക്ക് മനസ്സിലാകും. ശരി, എന്നാ ഞാൻ പോട്ടെ. ശരി ചേച്ചി. രഞ്ജിത്ത് എല്ലാ കാര്യങ്ങളും ഫോണിൽ എന്നോട് പറഞ്ഞു. മാലതി, ഞാൻ നിനക്ക് വേദപുസ്തകത്തിൽ നിന്നുള്ള ഉപദേശം തരാം. കർത്താവ് നിനക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ മുൻപ് നടന്നവയെക്കുറിച്ച് ചിന്തിക്കുകയരുത്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട എന്നാണ് യഹോവ പറഞ്ഞിട്ടുള്ളത്. നീയാണെങ്കി ഇപ്പോഴും നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിന്റെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുക.
നിനക്കായിട്ട് ഒരു പുതിയ ജീവിതം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് മാലതി. നീ കഴിഞ്ഞ കാലത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ വർത്തമാനകാലമായാലും നിന്റെ ഭാവിയായാലും തീർച്ചയായും പ്രശ്നത്തിലാകും. പഴയവയൊക്കെ വിട്ടുകളഞ്ഞാലേ പുതിയ വഴികൾ തുറക്കുകയുള്ളൂ. നടന്നതൊക്കെ ഒരു സ്വപ്നമായിട്ട് കരുതി മറന്നേക്ക്. മനസ്സിൽ അതൊന്നും സൂക്ഷിക്കരുത്. ആദ്യം നീ അതിൽ നിന്ന് പുറത്തുവാ മാലതി. അതുപോട്ടെ, നീ ഇപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല ചേച്ചി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനേ പറ്റുന്നില്ല. എല്ലാരും എന്തോ പോലെ നോക്കുക, എന്തൊക്കെയോ പറയുക. ഞാൻ അങ്ങനെയുള്ളൊരു പെണ്ണല്ലെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല മാലതി. പക്ഷേ ഇനി മുതൽ നീ ജീവിക്കാൻ പോകുന്ന ജീവിതം അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. ആദ്യം ആ കമ്പനിയിൽ നിന്ന് നീ പുറത്തേക്ക് വാ. നിന്റെ പഴയ കമ്പനിയുടെ MD മാലതിക്ക് ഇപ്പൊ വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാം, അവളൊരു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. നിന്നെ ജോലിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല MD, നിന്നെ നന്നായി മനസ്സിലാക്കിയ ഹസ്ബൻഡ്. ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടത്? നടന്നതെല്ലാം മറന്നേക്ക്. വീണ്ടും നീ നിന്റെ പഴയ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യും മാലതി. ജീവിതം വീണ്ടും പുതിയതായിട്ട് തുടങ്ങ്. ശരി ചേച്ചി. ഞാൻ വീണ്ടും പറയാ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വെറുതെ വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്ക്. എല്ലാത്തിനും മാറ്റമുണ്ടാവും. എങ്ങനെയുണ്ട് ജ്യോതി ചേച്ചി? നാടകം കണ്ടില്ലേ? ഭർത്താവിന്റെ ഉപദേശം കേൾക്കാതെ വേറൊരു ജോലിക്ക് പോയതുകൊണ്ട് അവർക്കുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞില്ലേ? തെറ്റായ രീതിയിൽ സമീപിച്ച ഒരു മാനേജർ, അത് കാരണമുണ്ടായ നാട്ടുകാരുടെ കുത്തുവാക്കുകൾ, എല്ലാത്തിനും ഒടുവിൽ കുറ്റമനസാക്ഷി. ഭാഗ്യം കൊണ്ട് ദൈവത്തിന്റെ വാക്കുകളെ ചെവിക്കൊള്ളുന്ന ഭർത്താവായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ആ ചുറ്റുപാടുകളെല്ലാം മാറുന്നതിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർ നമ്മോടൊപ്പം ഉണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ കണ്ടുമുട്ടുവാനും നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ കർത്താവ് നൽകിയതിനായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞയാഴ്ച ഞാൻ ജപമല ശുശ്രൂഷയ്ക്കായി പോയിരുന്നപ്പോൾ പ്രാർത്ഥനാ സമയമൊക്കെ കഴിഞ്ഞ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ജനങ്ങൾ വന്നപ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഞാൻ തയ്യാറായപ്പോൾ ചില സഹോദരിമാർ എന്നോട് പങ്കുവച്ച ഒരു കാര്യം, നല്ല വീടെന്ന പരിപാടിയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു വലിയ മാറ്റം കർത്താവ് നൽകിയിരിക്കുന്നു. ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്, ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും കാണപ്പെടുന്നു എന്ന് ചില സഹോദരിമാർ വളരെ സന്തോഷത്തോടുകൂടി എന്നോട് പറഞ്ഞു. ഇന്നും ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആശ്വാസം നൽകുന്നതാണ്. കർത്താവിന്റെ വാക്കുകൾ ആശ്വാസം നൽകും. കർത്താവ് നിങ്ങൾക്ക് ധൈര്യം പകരും, നിങ്ങൾക്ക് ശക്തി പകരും. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കും. അതായത്, ശുശ്രൂഷ പാതയിൽ ചിലർ പറയാറുണ്ട്, കടന്നു വന്ന പാതയിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് മറക്കാനേ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും എന്റെ മനസ്സിനുള്ളിൽ ഒരു ദുഃഖം, ഒരു ഭയം, ഒരു വിഷമം കാണപ്പെടുന്നു. എപ്പോഴും സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. കാരണം എന്താന്ന് വെച്ചാൽ, കടന്നു വന്ന പാതയിൽ നടന്ന ചില സംഭവങ്ങൾ, ചിലരുടെ കുത്തുവാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിനെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. പലപ്പോഴും അതിൽ ചില സഹോദരിമാർ എന്ത് ചെയ്യുമെന്നോ, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്ത സഹോദരനാണ്, ഞാൻ പാപിയായിരുന്നു, കർത്താവിന് മുൻപാകെ ഒരു ദിവസം ഞാൻ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഞാൻ മാപ്പു ചോദിച്ച്, ആ പാപങ്ങളെ ക്ഷമിക്കണേ കർത്താവെ, എന്നെ അങ്ങയുടെ മകനായി സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പോലും എന്റെ ആ പഴയ പാപങ്ങൾ ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കത് മറക്കാനേ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ മരിച്ചാൽ സ്വർഗരാജ്യത്തേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് എന്റെ പാപം ക്ഷമിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം കാരണം പഴയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, കർത്താവിനെതിരായി ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നുവല്ലോ, കർത്താവിന് ഇഷ്ടമല്ലാത്ത പാപങ്ങളൊക്കെ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ എപ്പോഴും ആ ഓർമ്മ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം,
നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്, അവൻ കരുണയുള്ള ദൈവമാണ്. അവന് മുൻപാകെ നാം ഏറ്റുപറഞ്ഞ് കർത്താവേ എന്റെ പാപങ്ങളെയെല്ലാം ക്ഷമിക്കണേ എന്ന് അപേക്ഷിച്ചാൽ, ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാപങ്ങളെല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ, കർത്താവിന് മുൻപേ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, അവൻ പാപികളെ സ്നേഹിക്കുന്ന ദൈവം മാത്രമല്ല, പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന ദൈവവുമാണ്. അതുകൊണ്ട് എന്ന് നിങ്ങൾ കർത്താവിന് മുൻപാകെ പാപങ്ങൾ ഏറ്റുപറഞ്ഞോ അന്ന് തന്നെ കർത്താവ് കൃപയോടുകൂടി അതെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. കൃപയോടെ ദയയോടെ കർത്താവ് തന്റെ രക്ഷയുടെ സന്തോഷം കൊണ്ട് നിങ്ങളെ അവൻ നിറച്ചിരിക്കുകയാണ്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. അതൊരു പക്ഷേ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ ആലോചിക്കുകയാണ്, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, എന്നാലും പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ടോ, ഇനിയും പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്ത ഒരവസ്ഥയാണോ ഉള്ളത് എന്നുള്ള ചിന്ത കാരണം എനിക്കൊരു സന്തോഷമില്ല എന്ന് പറയാറുണ്ട്. ഇന്ന് പ്രിയമുള്ളവരെ, കർത്താവിന് മുൻപാകെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നിങ്ങൾ, കർത്താവേ പിതാവേ എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചതിനായി സ്തോത്രം എന്ന് സ്തോത്രം പറയുക. കർത്താവെ, അങ്ങ് ക്ഷമിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ മുൻപാകെ ഞാൻ കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചില്ലേ, എന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞില്ലേ, അങ്ങയുടെ കൃപ കൊണ്ട് കാൽവരി കുരിശിലെ രക്തം കൊണ്ട് എന്റെ പാപങ്ങളെല്ലാം കഴുകി എന്നോട് ക്ഷമിച്ചില്ലേ കർത്താവെ, എന്നെ അങ്ങയുടെ മകനായി മാറ്റിയില്ലേ, സ്തോത്രം സ്തോത്രം പറയുവിൻ. പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചതിനായി സ്തോത്രം, പാപക്ഷമ എന്ന ഉറപ്പ് കർത്താവ് തന്നതിനായി സ്തോത്രം, കർത്താവെ എന്നെ അങ്ങയുടെ മകനായി മാറ്റിയതിനായി സ്തോത്രം എന്ന് നിങ്ങൾ അവന് കൂടുതൽ സ്തോത്രം അർപ്പിക്കും തോറും ആ പാപക്ഷമ എന്ന ഉറപ്പ് കർത്താവ് നൽകും. രക്ഷയുടെ സന്തോഷം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. വേണ്ടാത്ത ഒരു ആശയക്കുഴപ്പം, വേണ്ടാത്ത ഒരു സംശയം, മുൻപ് ചെയ്ത പാപങ്ങളെക്കുറിച്ച് അതെല്ലാം കർത്താവ് ഇല്ലാതാക്കും. സ്തോത്രത്തിലൂടെ കൃപ വർദ്ധിക്കുമെന്ന് പറയുന്നത് പോലെ കൃപാലുവായ ദൈവം തന്റെ കൃപ കൊണ്ട് നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നതാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ നോക്കിയാൽ യോസേഫിനെ കുറിച്ച് നാം കാണുന്നു. യോസേഫിനെതിരായി അവന്റെ സഹോദരങ്ങളെല്ലാം അസൂയ കാരണം എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. യോസേഫ് താൻ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ കൂടുതൽ അസൂയ തോന്നുന്നു. അവന്റെ അപ്പന് യോസേഫിനോടുള്ള സ്നേഹം കാരണം പലതരത്തിലുള്ള വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തതെല്ലാം കണ്ടിട്ട് സഹോദരങ്ങൾക്കൊക്കെ അസൂയ തോന്നുന്നു. അവന്റെ പിതാവ് ആടുമേയ്ക്കാൻ പോയ സഹോദരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടി യോസേഫിനെ പറഞ്ഞയക്കുന്നു. യോസേഫ് വരുന്നത് കണ്ട ഉടനെ സഹോദരന്മാരൊക്കെ എങ്ങനെയെങ്കിലും ഇവനെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു. അവനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പടുകുഴിയിലേക്ക് തള്ളിയിടുന്നു. അപ്പോഴും ഒരു സഹോദരൻ അവനെ പടുകുഴിയിൽ നിന്നും രക്ഷിക്കുന്ന ചുറ്റുപാടുണ്ടാകുന്നു. അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതായത് അത്തരം ഒരു ചുറ്റുപാടിൽ പോലും യോസേഫ് കർത്താവിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നാണ് വചനം പറയുന്നത്. കർത്താവോ യോസേഫിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. വചനം പറയുന്നത് അത് മാത്രമല്ല, പോത്തിഫറിന്റെ വീട്ടിൽ ഒരു അധികാരത്തിലിരിക്കുമ്പോൾ പാപത്തിൽ വീണുപോകുന്ന ഒരു ചുറ്റുപാട് വന്നപ്പോൾ പാപത്തെ വിട്ടൊഴിഞ്ഞ് തന്നെ പരിശുദ്ധമായി കാത്ത ഒരു സഹോദരൻ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ തന്റെ സഹോദരന്മാരിലൂടെ അവന് തിന്മയാണുണ്ടായത്. എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം വന്നു, തടവറയിൽ കിടന്നിരുന്ന യോസേഫിനെ ഒരു ദേശത്തിന്റെ അധികാരിയായി കർത്താവ് മാറ്റി. ആ കാലത്ത് ദേശത്ത് മുഴുവനും ക്ഷാമമായിരുന്നു. എല്ലാവരും ധാന്യം ആവശ്യപ്പെട്ട് യോസേഫിന്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്തു പോലും ആരാണോ യോസേഫിനെ കൊന്നുകളയണം, ഒന്നുമില്ലാതാക്കണം എന്ന് വിചാരിച്ച സഹോദരന്മാർക്ക് പോലും ധാന്യം കൊടുത്ത് സഹായിച്ചു. അവിടെ യോസേഫ് തന്റെ പക കാണിച്ചില്ല. തന്നെ കൊല്ലണമെന്ന് വിചാരിച്ചവരല്ലേ ഇവർ എന്ന് അവന് തോന്നിയില്ല. അവരോട് ദേഷ്യപ്പെട്ടില്ല. അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചില്ല. അവരോട് വിദ്വേഷം തോന്നിയില്ല, ദേഷ്യമില്ല. അവന്റെ സഹോദരന്മാരെ സ്നേഹിച്ചു. അപ്പനെ കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞയച്ചു. അപ്പനും വരുന്നു. എല്ലാവരെയും സ്നേഹിച്ച് ബഹുമാനിക്കുന്നു. ധാന്യം മാത്രമല്ല, വേണ്ടതെല്ലാം കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നു. ദൈവസ്നേഹത്താൽ നിറയ്ക്കപ്പെട്ട യോസേഫ് വിദ്വേഷമുള്ള മനസ്സോടെ അവരെ നോക്കാതെ ദൈവസ്നേഹത്തിലൂടെ അവരെ സ്നേഹിച്ചതിനാൽ കർത്താവ് യോസേഫിനെ ആ ദേശത്തിന്റെ തന്നെ ഒരു ഉയർന്ന അധികാരിയാക്കി മാറ്റി അനുഗ്രഹിച്ചു. യോസേഫിനെ കർത്താവ് അനുഗ്രഹിച്ച് മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കി തീർത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരായി എന്തെങ്കിലും പറഞ്ഞോ, നമുക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചോ, അവർ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ വാക്കുകളും ഒന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണോ? ദൈവസ്നേഹത്താൽ നിറയ്ക്കപ്പെടുവിൻ. കർത്താവിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ ആത്മാവ് കർത്താവിനെ ആശ്രയിക്കട്ടെ, കർത്താവിനെ സേവിക്കട്ടെ. കർത്താവിന് മുൻപാകെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ യാതൊരു കുറവും ഉണ്ടാകാതിരിക്കട്ടെ. ആരാണോ നമുക്കെതിരായി സംസാരിച്ചത്, ആരാണോ നമുക്കെതിരായി പ്രവർത്തിച്ചത്, ആരുടെ കുത്തുവാക്കുകൾ കാരണമാണോ നിങ്ങൾ
ഇന്ന് മനസ്സ് വേദനിച്ചുകൊണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് അവയെല്ലാം കർത്താവ് മറക്കാൻ അനുവദിക്കുമെന്ന് മാത്രമല്ല, ഈ പരിപാടിയിലൂടെ അവർക്ക് തന്നെ നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നതാണ് കർത്താവ്. യോസേഫിന്റെ ദൈവം ഇന്നും ജീവനുള്ള ദൈവമാണ്. മറ്റൊരു കാര്യം നമുക്ക് കാണാം. ചിലപ്പോഴൊക്കെ കുടുംബങ്ങളിലുള്ള കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടത് കാരണം ദുഃഖത്തോടുകൂടി ചിലർ പറയാറുണ്ട്, എങ്ങനെയൊക്കെ ജീവിച്ചതാണ്, ഇങ്ങനെ അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ വേദനിച്ചുകൊണ്ട് ഈ പരിപാടി കാണുന്ന നിങ്ങൾ, ഒരുപക്ഷെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളായിരിക്കാം, നഷ്ടപ്പെട്ട ആ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാനാവാത്തതായിരിക്കാം. കാരണം അവര് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങൾ, അവർ പറഞ്ഞ വാക്കുകൾ, അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ പല ഓർമ്മകളും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്നും നിങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. എന്റെ ഭർത്താവ് സഹോദരൻ അപ്പാദുരെ അവർ മരിച്ചപ്പോഴും കർത്താവ് അദ്ദേഹത്തെ എടുക്കുകയായിരുന്നു. എന്തൊക്കെയായാലും നമ്മുടെ മനസ്സിന് ആ നഷ്ടത്തെ ആദ്യം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായേക്കാം. സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടി മറക്കാൻ പറ്റുന്നില്ലല്ലോ, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചേക്കാം. ഇതെല്ലാവരുടെയും ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. അത് മറക്കാൻ പറ്റില്ല. ആ നഷ്ടം സഹിക്കാൻ പറ്റാത്തതാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ആദ്യമൊന്നും എനിക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. വീട്ടിൽ എവിടെ നോക്കിയാലും ആ ഓർമ്മ വരും. അവരുടെ തുണികളും മറ്റുമൊക്കെ കാണുമ്പോൾ കൂടുതൽ ഓർമ്മിക്കും. അതുകൊണ്ട് ആ സമയങ്ങളിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ ഉള്ളിലൊരു പോരാട്ടം തോന്നും. വേദവാക്യങ്ങൾ ധ്യാനിക്കാൻ പറ്റാതെ ഒരു പോരാട്ടം, ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാതെ ഒരു പോരാട്ടം തീർച്ചയായും കാണപ്പെടും. ഇന്ന് നിങ്ങൾ അത്തരമൊരു അവസ്ഥയിലാണോ ഉള്ളത്? കർത്താവ് ഒരിക്കലും നമ്മെ മറക്കുന്ന ദൈവമല്ല. കർത്താവിനോട് ചെന്ന്, കർത്താവേ, കുടുംബത്തിൽ ആരെയാണോ നഷ്ടപ്പെട്ടത്, കർത്താവെ, അവര് അങ്ങയോടൊപ്പമുണ്ട്, കർത്താവെ, അങ്ങയുടെ അരികിൽ തന്നെ ഇരിക്കുന്നു, അങ്ങ് വരുമ്പോൾ ഞങ്ങൾ കാണും എന്ന് പറഞ്ഞ് കർത്താവിന് മുൻപാകെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇന്ന് എന്റെ ഭർത്താവ് സഹോദരൻ അപ്പാദുരൈ കർത്താവിന്റെ കൂടെ തന്നെ ഉണ്ട്, കർത്താവിനോടൊപ്പം തന്നെ വരും എന്നുള്ള ആ ഒരു ഉറപ്പ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. വരുമ്പോൾ നമ്മൾ കാണുമല്ലോ. അതുവരെ നമ്മൾ കർത്താവിനായി, കർത്താവ് വരുന്നതുവരെ ശുശ്രൂഷ ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ സ്വയം സമർപ്പിക്കും തോറും കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ് ആ ശക്തി നമുക്ക് തരുന്നത്. ആ ദുഃഖം മറന്ന് കർത്താവിനായി മുന്നേറി ചെല്ലാൻ കർത്താവിന്റെ വചനം പറയുന്നു. ഫിലിപ്പിയർ 3:13 ഇങ്ങനെ പറയുന്നുണ്ട്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ആ വിളി കേട്ട് നാം മുന്നേറി ചെല്ലേണ്ടതാണ്. നഷ്ടപ്പെട്ടത് ഓർക്കരുത്. അവർ രാജാധിരാജന്റെ സമീപം തന്നെയുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ സന്തോഷത്തോടെ കഴിയുകയാണ്. അവർ കർത്താവിനോടൊപ്പം തന്നെ തിരിച്ചുവരും. നമ്മൾ അവരെ കാണും. അതുവരെ കർത്താവിന് മുൻപാകെ അവന്റെ വിളിക്ക് പാത്രരായി നാം ജീവിക്കുമ്പോൾ, കർത്താവെ, അങ്ങ് വരുമ്പോൾ ഞാൻ കാണും, എനിക്ക് നഷ്ടപ്പെട്ടവരെ ഞാൻ കാണും, കർത്താവ് വരുമ്പോൾ അവരെ ഞാൻ കാണുമെന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോൾ, കർത്താവെ, ഞാൻ ഈ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയാണ്, ഞാൻ ഏറ്റുപറയുകയാണ്, കർത്താവ് വരുമ്പോൾ എന്നെയും എടുത്തുകൊള്ളണമേ, ആ അനുഗ്രഹം എനിക്ക് നൽകണേ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുക. സമർപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്, പ്രവർത്തിക്കുന്നത് കർത്താവിന്റെ കരങ്ങളിലാണ്. നിങ്ങൾ കടന്നു വന്ന പാതയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. കർത്താവിന്റെ വചനം പറയുന്നു, മുൻപ് നടന്നവയെക്കുറിച്ച് ഓർക്കരുത്. അവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ട. സ്തോത്രം പറയുക. കർത്താവിന് മുൻപാകെ വെറുപ്പും വിദ്വേഷവും വേണ്ട. ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നന്മ മതി, തിന്മ വേണ്ട. ഭാഗ്യവാനും ഭാഗ്യവതികളുമായി അവന്റെ മുൻപാകെ ജീവിക്കുക. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കർത്താവെ, എനിക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും എന്നെനിക്ക് വിശ്വാസമുണ്ട് എന്നവന് നന്ദി പറയുക. കർത്താവ് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് കർത്താവ് കരുതിയിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും നിങ്ങൾ നേടിയെടുക്കണമെന്ന്, കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി പ്രവർത്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് നമ്മെ അനുഗ്രഹമാക്കി തീർക്കും. അങ്ങനെ ഒരു അനുഗ്രഹം നൽകുന്നതിനായി നമുക്കെല്ലാവർക്കും കൂടി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ, പിതാവെ, കടന്നു വന്ന പാതയിൽ നടന്ന സംഭവങ്ങളെല്ലാം മറന്ന് ധൈര്യത്തോടുകൂടി മുന്നോട്ടു പോകാനുള്ള ശക്തിയും അനുഗ്രഹവും നൽകണമേ കർത്താവേ. താങ്ക് യു ലോർഡ്, അങ്ങേക്ക് നന്ദി. മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം മറന്നേക്കേ എന്ന വചനം പോലെ കർത്താവെ, ഞങ്ങളുടെ കൺമുന്നിൽ അങ്ങ് വെച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും നേടുവാനായി ഈ സമയത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അങ്ങ് ശക്തി നൽകണമേ കർത്താവേ. മനോഹരമായ ഈ വേളയിൽ കർത്താവെ, ആരൊക്കെയാണോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കാരണം വേദനിക്കുന്നത്, ആ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളെല്ലാം മറന്ന് കർത്താവെ, പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുവാനും സ്തോത്രമർപ്പിക്കാനും നന്ദി പറയുവാനും കർത്താവെ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കപ്പെടാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ കർത്താവെ. ഈ പ്രാർത്ഥനാ സമയത്ത് ഇവർ കടന്നു വന്ന പാതയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ചുറ്റുപാടുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ.
ഉത്സാഹത്തിന്റെ ആത്മാവ് കൊണ്ട് ഓരോരുത്തർക്കും ശക്തി നൽകണമേ. കർത്താവിന്റെ അഭിഷേകം ഓരോരുത്തരെയും നിറയ്ക്കുന്നതിനായി നന്ദി കർത്താവേ. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവ അരുളി ചെയ്തതുപോലെ കർത്താവിന്റെ ആത്മാവിലൂടെ എല്ലാം മറന്ന് കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ ശക്തി നൽകണമേ. അങ്ങ് കരുതി വെച്ചിരിക്കുന്ന ഇരട്ടി നന്മകൾ നേടുന്നതിനായി ഓരോരുത്തർക്കും അങ്ങ് ധൈര്യം നൽകണമേ. ഉത്സാഹിപ്പിക്കണേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി നന്ദി. അപേക്ഷകൾ സ്വീകരിച്ചതിനായി നന്ദി. ഈ പ്രാർത്ഥനാ സമയത്ത് എല്ലാം മറന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി ഉണരാൻ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുന്നതിനായുള്ള ശക്തി നൽകണമേ. ഇങ്ങനെ ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് കർത്താവേ, സമർപ്പണ മനോഭാവത്തോടെയുള്ള ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ജോലി, പ്രവർത്തിക്കുന്നത് കർത്താവാണ്. നിങ്ങൾ കർത്താവിന് മുൻപാകെ സ്വയം സമർപ്പിക്കുക. മുൻപ് നടന്നതെല്ലാം മറക്കുക. ജീവിതം മുന്നോട്ടു പോകുമ്പോൾ കർത്താവ് തീർച്ചയായും നിങ്ങൾക്കൊരനുഗ്രഹമായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. കർത്താവെ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ തന്റെ നാമം മഹത്വപ്പെടുന്നതിനായി ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.